യുവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡിറ്റി എന്താണെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി എന്താണെന്ന് പഠിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ഉണ്ട്, അതേപോലെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്താണെന്നും എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്താണെന്ന് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ സ്ട്രക്ചറും എക്സ്റ്റേണൽ സ്ട്രക്ചറും എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അല്പം ലോങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പാസ്റ്റ് ഒരു 6 days ആയിട്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തില്ല, കാരണം മാർക്കറ്റ് നല്ല മൂവ്സ് തരുന്നുണ്ടായിരുന്നു. ഒരു 2-3 days നല്ല മൂവ്സ് ആയിരുന്നു. അപ്പോൾ മാക്സിമം നമ്മൾ ട്രേഡുകൾ പഞ്ച് ചെയ്യാനായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോൾ ക്ലാസ്സുകളൊന്നും എടുക്കാനും പറ്റിയില്ല, വീഡിയോസൊന്നും ഞാൻ എടുത്തതുമില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പഠിക്കാം ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്താണെന്നും എക്സ്റ്റേണൽ സ്ട്രക്ചർ എന്താണെന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും വരയ്ക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ വരയ്ക്കുന്ന ഒരു ബുള്ളിഷ് സ്ട്രക്ചറിനെ നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇങ്ങനെയാണ് ഒരു ബുള്ളിഷ് സ്ട്രക്ചറിനെ നമ്മൾ വരയ്ക്കുന്നത്. ഇമാജിൻ ഇത് ഒരു 1 day ടൈം ഫ്രെയിമിലുള്ള സ്ട്രക്ചറാണ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നതെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. എന്ന് പറഞ്ഞാൽ 1 day സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഓരോരോ ഇത് നമ്മൾ ലൈൻ ചാർട്ടായിട്ടാണ് വരച്ചേക്കുന്നത്. ക്യാൻഡിൽസ് വെച്ച് വരയ്ക്കുമ്പോൾ ഓരോരോ ക്യാൻഡിൽസും നമുക്ക് 1 day ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇതേ ചാർട്ടിനെ നമ്മൾ ഒരു 4 hour ടൈം ഫ്രെയിമിനോട് മാറ്റുമ്പോൾ നമുക്ക് എന്തായിരിക്കും കാണാൻ പറ്റുന്നത്? ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. 4 hour നമ്മൾ മാറ്റുന്ന സമയത്ത് ഈ ചാർട്ടിനെ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കാണാൻ സാധിക്കുക. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചാർട്ടിനെ നമ്മൾ 4 hourലോട്ട് നമ്മൾ മാറ്റുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ എക്സ്റ്റേണൽ റേഞ്ച് എന്താണെന്നും ഇൻറ്റേർണൽ റേഞ്ച് എന്താണെന്നും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഒരു എക്സ്റ്റേണൽ റേഞ്ച് ആയിരിക്കും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കറക്റ്റായിട്ട് ഒരു എക്സ്റ്റേണൽ സ്ട്രക്ചർ ആയിരിക്കും ഇത്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു സ്ട്രക്ചറിനെ ആയിരിക്കും നമ്മൾ എക്സ്റ്റേണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതേപോലെ ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഈ എക്സ്റ്റേണൽ സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോരോ ഇൻറ്റേർണൽ സ്ട്രക്ചർ കൊണ്ടായിരിക്കാം. ഇപ്പോൾ ഞാൻ ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് ജസ്റ്റ് 1 day 4 hour ആയിരിക്കും. ഇപ്പോൾ നിങ്ങളിപ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 day 4 hourനെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് 15 minute ഒരു 1 minute എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അത് ഓരോരോ ചാർട്ട് നമ്മൾ ഹയർ ടൈം ഫ്രെയിമും സെയിം ചാർട്ടിൻ്റെ തന്നെ ലോവർ ടൈം ഫ്രെയിമും ഇടുന്ന സമയത്ത് നമുക്ക് ഇൻറ്റേർണൽ സ്ട്രക്ചറും എക്സ്റ്റേണൽ സ്ട്രക്ചറും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ ഇൻറ്റേർണൽ സ്ട്രക്ചർ എക്സ്റ്റേണൽ സ്ട്രക്ചർ എന്താണെന്ന്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് പോകാം. വാട്ട് ഈസ് ലിക്വിഡിറ്റി? അപ്പോൾ ലിക്വിഡിറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് നിഫ്റ്റി തന്നെയായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നിഫ്റ്റിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ജസ്റ്റ് ഞാൻ ഇതൊന്ന് ടൈം ഫ്രെയിം ഒന്ന് ചാർട്ടൊന്ന് വലുതാക്കിയതാണ്. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസിലും ഫസ്റ്റ് ചെയ്യുന്ന കണക്ക് നമുക്ക് സ്ട്രക്ചർ മാപ്പ് ചെയ്ത് തന്നെ തുടങ്ങാം. ഒരു ഹൈ ലോ ഹൈ ലോ ഹൈ ലോ ഹൈ ലോ ഹൈ സ്ട്രക്ചർ ഷിഫ്റ്റഡ്. ഓക്കെ, നമുക്ക് ഇത്രയും വരെ നമുക്ക് നോക്കാം കറക്റ്റായിട്ട്. മാർക്കറ്റ് ഒരു ഹൈയിൽ നിന്ന് താഴോട്ട് വന്നു, മാർക്കറ്റ് പുഷ് ചെയ്യാൻ നോക്കി. ഇവിടെ എന്താണ് നടന്നത്? ഞാനെപ്പോഴും പറയുന്ന കണക്ക് ഇവിടെ ബയ്യേഴ്സ് ആക്റ്റീവായി. പക്ഷേ ഈ ബയ്യേഴ്സിന് ഈ വന്ന സെല്ലേഴ്സിനെ, ഈ ഫുള്ള് വന്ന സെല്ലേഴ്സിനെ ടേക്ക് ചെയ്യാൻ പറ്റിയില്ല. ആ ബയ്യേഴ്സിന് അവിടെ നിന്ന് ടേക്ക് ചെയ്യാൻ പറ്റിയിരുന്ന എന്ത് പറ്റിയേനെ? ഇവിടെ നിന്ന് ഈ പ്രൈസ് ഇവിടെ നിന്ന് മുകളിലോട്ട് റേസ് ആയേനെയായിരുന്നു. പക്ഷേ ബയ്യേഴ്സിന്
ടേക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തിരിച്ച് ഈ ലോയെ പിന്നെയും ബ്രേക്ക് ചെയ്തു താഴെ വന്നു, പിന്നെയും അപ്സൈഡിലോട്ട് പുഷ് വന്നു. ബയേഴ്സിന് പിന്നെയും ഈ ഹൈയെ ടേക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇത് താഴോട്ട് പിന്നെയും ബ്രേക്ക് തന്നു. അതേപോലെ ഇവിടെ ഇൻഡ്യൂസ്മെൻ്റ് എടുത്തു മാർക്കറ്റ്. അതേപോലെ ഇവിടെ നിന്ന് മാർക്കറ്റ് പിന്നെയും ഡൗൺ സൈഡിലോട്ട് വന്നു. പക്ഷെ നമ്മൾ എന്താണ് ഇവിടെ കണ്ടത്? ഇവിടെ നിന്ന് മാർക്കറ്റ് ഈ ഹൈയെ ടേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. എന്തുകൊണ്ട് മാർക്കറ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു ഹൈയെ ടേക്ക് ചെയ്തു? എന്തുകൊണ്ട് ഇവിടെ ഈ ഫസ്റ്റ് ഇങ്ങനെ ബ്രേക്ക് എന്നിട്ട് ഇവിടുന്ന് ഡയറക്റ്റ്ലി എന്തുകൊണ്ട് മാർക്കറ്റിന് ഇവിടെ ടേക്ക് ചെയ്യാൻ പറ്റിയില്ല? എന്തുകൊണ്ട് മാർക്കറ്റിന് ഇവിടെ വന്നിട്ട് ഈ ഹൈയെ ടേക്ക് ചെയ്ത് മാർക്കറ്റിന് മുകളിലോട്ട് പോകാൻ പറ്റിയില്ല? എന്തുകൊണ്ട് ഇവിടെ വന്നപ്പോൾ മാർക്കറ്റിന് ഈ ഹൈയെ ടേക്ക് ചെയ്തുകൊണ്ട് മുകളിലോട്ട് പോകാൻ പറ്റി? അതാണ് ലിക്വിഡിറ്റി. കാരണം മാർക്കറ്റിൽ ഓർഡേഴ്സ് ഉണ്ട്. ഓർഡറുകൾ ഫില്ലാകണമെങ്കിൽ ഒരു ബയ്യറും ഒരു സെല്ലറും വേണം. ഞാനപ്പോൾ എപ്പോഴും ഞാൻ ലിക്വിഡിറ്റിയെ പറ്റി പറയുന്ന സമയത്ത് മാർക്കറ്റിൻ്റെ ഫ്യൂവലാണ് ലിക്വിഡിറ്റി എന്ന് പറയും. എവിടെയൊക്കെയാണ് ഫ്യൂവൽ ഉള്ളത്? ഇപ്പോൾ ഇമാജിൻ ചെയ്യുക, നിങ്ങളൊരു കാറാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ചാർട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു കാറാണെന്ന് വിചാരിക്കുക. കാറ് പോകുന്ന ഡയറക്ഷൻ ആണെന്ന് വിചാരിക്കുക. ഒരു എൻലെസ് കാറാണ് പോകുന്നത്, അത് സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാറ്. അപ്പോൾ ഇമാജിൻ ചെയ്യുക ഇവിടെ നിന്നാണ് കാറ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഇച്ചിരി ഒന്ന് മുകളിലോട്ട് പോയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇമാജിൻ ചെയ്യുക ഇവിടെയാണ് കാർ സ്റ്റാർട്ട് ചെയ്തത്. കാറിന് എത്തേണ്ടത് ഇവിടെയാണ്. കാർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. കാറ് ഇവിടെ നിന്ന് മുകളിലോട്ട് പോയി. കാറിൻ്റെ ലക്ഷ്യം എന്താണ്? ഇതിന് മുകളിലാണ് ലക്ഷ്യമായതുകൊണ്ട് തന്നെ കാറ് മുകളിലോട്ട് പോയി. കാറ് പിന്നെയും മുകളിലോട്ട് പോയി. നമ്മൾ പുൾ ബാക്കുകളൊന്നും വരയ്ക്കുന്നില്ല. കാറ് പിന്നെയും മുകളിലോട്ട് പോയി. അപ്പോഴാണ് കാറിന് ഫ്യൂവലില്ല. അപ്പോൾ കാറിന് ഇനി ഇതിന് മുകളിലോട്ട് പോകാനുള്ള ഫ്യൂവൽ കാറിനില്ല. അപ്പോൾ എന്ത് ചെയ്യും? കാറ് താഴോട്ട് വരും. എവിടെയാണോ അവർക്ക് വേണ്ടുന്ന ബൈ ഓർഡർ ഇനി കിട്ടുന്നത്, അവിടുന്ന് പിന്നെയും ഈ ഹൈയെ ടേക്ക് ചെയ്തുകൊണ്ട് മുകളിലോട്ട് പോകും അല്ലേ? പിന്നെയും ഫ്യൂവലില്ല. തിരിച്ച് പിന്നെയും എവിടെ നിന്നാണോ കിട്ടേണ്ടത്, എവിടെ നിന്നാണോ അവർക്ക് ഫ്യൂവൽ കിട്ടേണ്ടത്, അവിടോട്ട് മാർക്കറ്റ് വരും. പിന്നെയും ഈ ഹൈയെ ടേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകും. പിന്നെയും ഇവിടെ വരും, പക്ഷേ ഇവിടെ കിട്ടത്തില്ല, ഇത് വേണ്ടി വരത്തില്ല. ഇനിയും ഇതിന് താഴെ വരും. ചിലപ്പോൾ ഇനിയും ഇതിൻ്റെ താഴെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല ബയ്യേഴ്സിനെ കിട്ടി. അതിന് മാർക്കറ്റ് ഈ ഹൈയെ വരെ ടേക്ക് ചെയ്യാൻ പറ്റുന്ന അത്ര ബയ്യേഴ്സിനെ കിട്ടി, തിരിച്ചു വരും. അങ്ങനെ ട്രാവൽ ചെയ്തേ മാർക്കറ്റ് കാറിന് ആ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റത്തുള്ളൂ. കാറിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ മനസ്സിലായില്ലേ? ഈ കാറ് തന്നെയാണ് നമ്മളിവിടെ കാണുന്ന നമ്മുടെ മാർക്കറ്റ് ട്രാവൽ ചെയ്യണമെങ്കിൽ മാർക്കറ്റിന് ലിക്വിഡിറ്റി വേണം, എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ വേണം. ഇവിടെ നിന്നും കാറ് ട്രാവൽ ചെയ്തു. കാറിന് ഇവിടാണ് എത്തേണ്ടതെന്ന് വിചാരിക്കുക. കാർ ഇവിടെ, ജസ്റ്റ് ഇമാജിൻ കാറിന് എത്തേണ്ടത് ഈ ഒരു ഏരിയയിലാണെന്ന് വിചാരിക്കുക അല്ലേ? ഈ ഒരു ഏരിയയിലാണെന്ന് വിചാരിക്കുക. കാർ ഇവിടെ നിന്ന് മുകളിലോട്ട് പുഷ് ചെയ്യാനുള്ള ഫ്യൂവലില്ല. താഴേക്ക് പുഷ് ചെയ്തു. ഇവിടുന്ന് പമ്പ് ചെയ്ത് നോക്കി, ഇവിടുന്ന് ഫ്യൂവൽ പമ്പ് ചെയ്ത് നോക്കി. പക്ഷേ ഇവിടം വരെ എത്താനുള്ള ഫ്യൂവൽ അതിനുണ്ടോ? ഇല്ല. ഇവിടം വരെ മാത്രം എത്താനുള്ള ഫ്യൂവൽ കൊണ്ട് പിന്നെയും കാറ് താഴോട്ട് തന്നെ വന്നു. അതേപോലെ എന്താണ് നെക്സ്റ്റ്? പിന്നെയും പുഷ് തന്നു, പിന്നെയും ഫ്യൂവൽ നോക്കി. പക്ഷേ അത് ഈ ഹൈയെ ടേക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതേപോലെ ഇവിടെ വന്നിട്ട് എന്താണ് സംഭവിച്ചത്? ഇവിടെ നിന്ന് ഒരു നല്ല പുഷ് കിട്ടി. ആ പുഷ് കാരണം ഈ ഒരു ഹൈയെ ടേക്ക് ചെയ്തുകൊണ്ട് മുകളിലോട്ട് പോകാൻ മാർക്കറ്റിന് പറ്റി. അപ്പം നമുക്ക് മനസ്സിലായി ഇനി മാർക്കറ്റ് എയിം ചെയ്യുന്നത് ഒന്നുകിൽ ഈ ഒരു ഏരിയയിലോട്ട് എത്താനായിരിക്കാം അല്ലേ? അപ്പം ഇതാണ് ലിക്വിഡിറ്റി. എല്ലാവരും പല രീതിയിൽ പറയുന്നുണ്ട്. ഈ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഉള്ള ഷോർട്സ് വീഡിയോകളിൽ വളരെ ബേസിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഫ്യൂവലാണ്. മാർക്കറ്റ് സഞ്ചരിക്കണമെങ്കിൽ ലിക്വിഡിറ്റി വേണം. ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഓർഡേഴ്സാണ്. ഇപ്പോൾ ഇതിനെ മാർക്കറ്റിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ കാറിൻ്റെ ഓരോ എക്സാമ്പിളായിട്ട് പറഞ്ഞു തന്നു. ഇനി മാർക്കറ്റിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? ഇമാജിൻ മാർക്കറ്റ് ഇവിടെ നിന്ന് താഴെ വന്നു, ഇവിടെ നിന്നൊരു ബൈ നടന്നു അല്ലേ?
ഇവിടുന്ന് നടന്ന ബൈ വളരെ കുറച്ച് ബൈ ആയതുകൊണ്ടാണ് മാർക്കറ്റ് ഇവിടം വരെ മാത്രം പോയത് അല്ലേ. തിരിച്ച് പിന്നെയും മാർക്കറ്റ് താഴോട്ട് വന്നു. പിന്നെയും ഇവിടുന്ന് പിന്നെയും ഒരു ബൈ നടന്നു. പക്ഷേ ആ ബൈ ഇതിടാൻ ടേക്ക് ചെയ്യാൻ പറ്റുന്ന അത്ര ബൈ അല്ല, വളരെ ചെറിയൊരു ബൈ ആണ്. അതുകൊണ്ട് വീണ്ടും മാർക്കറ്റ് താഴോട്ട് വന്നു, വീണ്ടും മുകളിലോട്ട് പോയി. പക്ഷേ ടേക്ക് ചെയ്തു. പക്ഷേ ഇതിനെ നമ്മൾ ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയും. ഈക്വൽ ആയിട്ടുള്ളതിനെ നമ്മൾ ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയും. അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെയും ഈ ലോയെ ടേക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റ് താഴോട്ട് വന്നു അല്ലേ. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ ഒരു ഹൈയെ ടേക്ക് ചെയ്യാൻ പാകത്തിന് ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ ഒരു ഹൈയെ ടേക്ക് ചെയ്യാൻ പാകത്തിന് ഇവിടെ നല്ലൊരു ബൈ നടന്നു. കാരണം ഇവിടെ നിന്ന് ഇവിടെ ഇമാജിൻ ചെയ്യുക, ഇവിടെ നിന്ന് ബൈ ചെയ്തു, അവർ സ്റ്റോപ്പ് ലോസ് താഴെ വെക്കും, അവരുടെ സ്റ്റോപ്പ് ലോസുകൾ ഹിറ്റായില്ലേ. ഇവിടെ നിന്ന് ബൈ ചെയ്തു, ഈ മുകളിലോട്ട് ഈ പുഷ് ഇങ്ങോട്ട് ബൈ ചെയ്തവർ, അതാണ് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നത്. ഇവിടെ നിന്ന് ബൈ ചെയ്തവർ, ഇവരുടെ എല്ലാം സ്റ്റോപ്പ് ലോസുകൾ മാർക്കറ്റ് ടേക്ക് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് എപ്പോഴും മുകളിലോട്ട് പോകുന്നത്. മാർക്കറ്റിന് വേണ്ടത് ഓർഡേഴ്സാണ്, ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടത് ഓർഡേഴ്സാണ്. മാക്സിമം റീറ്റെയിലേഴ്സിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്ന് നമുക്കിത് കാണുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ ഇനി നമ്മൾ എക്സ്റ്റേണൽ സ്ട്രക്ചറും ഇൻറ്റേർണൽ സ്ട്രക്ചറും എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായെന്ന് വിചാരിക്കുക. എക്സ്റ്റേണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ സ്ട്രക്ചർ. ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈ എക്സ്റ്റേണൽ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് അതിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ഉണ്ട്, ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മളെടുക്കുന്ന ട്രേഡ്സിൻ്റെ ലോജിക്കും അതേപോലെ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ നമ്മൾ അവിടെ ആയിരിക്കും അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഇനി മുതൽ. എന്ന് പറഞ്ഞാൽ ഡെയിലി മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ഇനി ടെലിഗ്രാം ചാനലിന് വേണ്ടി മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം അവിടെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ ഗൈസ്.